ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞങ്ങളൊരു യാത്ര പോയതാണ്. കൊട്ടിയൂര് പോയപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടാവും ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ എത്ര അങ്ങോട്ട് തിരക്കില്ല. TV-യിൽ കാണുന്ന അതേമാതിരി ഒന്നും തിരക്ക് ഇല്ല. പക്ഷെ തിരക്ക് പറയാൻ ഈ കർണാടകക്കാരാണ് അധികം, മലയാളികളൊന്നും അല്ലാണ്ടല്ല. ആ ക്യൂലൊക്കെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ വന്ന് തൊഴുമ്പോ വലിയ കുഴപ്പമില്ല, അപ്പൊ നമുക്ക് തൊഴുക പോവാം. പക്ഷെ ക്യൂല് നിന്ന് നമ്മൾ തൊഴുമ്പോ അത്യാവശ്യം നല്ല തിരക്കാം. കുറേ നേരം നമ്മളവിടെ നിക്കണം. 1 മണിക്കൂറോളം ഞങ്ങൾ അവിടെ നിന്നിട്ട് തൊഴുത് ഇറങ്ങുമ്പോ വല്ല തിരക്കായിരുന്നു. ഇത്രയും കർണാടകക്കാർ വന്നിട്ട് ഉന്തായിരുന്നു. കുട്ടികളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ കുറേ നേരം നിന്ന്. അങ്ങനെയാണ് ഞങ്ങൾ ഇറങ്ങി. എവിടെയും കൂടി തൊഴുത് ഞങ്ങള് തിരിച്ചിഞ്ഞ് ഞങ്ങള് ഇവിടേക്ക് പോവാച്ചിട്ടാണ്. പറശ്ശിനിക്കടവ് പോവാന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒന്നും ഇങ്ങനെ പോണെന്ന് തീരുമാനിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങള് കൊട്ടിയൂര് പോണം എന്നുള്ള ഒരു ഇതിൽ വന്നതാണ്. ഇന്ന് പറശ്ശിനിക്കടവ് പോവാലോ എന്നുള്ള സമയം ഉണ്ടല്ലോ വെച്ചിട്ട് പറശ്ശിനിക്കടവ് പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങൾ ഈ വഴി കേട്ടോ കേറിയത്. ഈ വഴി കേറുമ്പോ തിരക്കില്ല. ആ വഴി കേറുമ്പോ നല്ല തിരക്കാണ്, നല്ല ക്യൂ ഉണ്ട്, നല്ല തിരക്കാണ്. ഇത് കൂടെ ആകുമ്പോ അത്ര തിരക്കില്ല. ഇവിടെ ഒന്നും വല്ലാണ്ട് വെള്ളമൊന്നും അങ്ങനെ ഇല്ല. അപ്പൊ ഞങ്ങൾ ഇവിടെയും കൂടി തൊഴുത് ഇറങ്ങി. അപ്പൊ ഉള്ളിലേക്ക് നമുക്ക് ക്യാമറ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ഞങ്ങള് ഇവിടെ തൊഴുത് ഇറങ്ങി. ഇവിടെ തിരക്കൊന്നുമില്ല കേട്ടോ, അത്ര വലിയ തിരക്കൊന്നുമില്ല, ചെറുതായിട്ടുള്ളൂ. എന്താന്നറിയില്ല. ഇനി ഞങ്ങള് പോകുമ്പോ തിരക്കില്ല. മറ്റേ TV-യിലൊക്കെ കാണുന്ന, ഈ ന്യൂസിലൊക്കെ കാണുന്നത് നല്ല തിരക്കാണ്. ഇവിടെ തിരക്കില്ല. ഞങ്ങള് പിറ്റേ ദിവസാട്ടത്. ഞങ്ങൾ അന്നത്തെ ദിവസം അവിടെ നിന്ന്. ഞങ്ങള് പറശ്ശിനിക്കടവ് പിറ്റേ ദിവസമാണ് പോണത് കേട്ടോ. അപ്പൊ ഞങ്ങൾ അന്നത്തെ ദിവസം അവിടെ നിന്ന്. അപ്പൊ ഞങ്ങള് ഇവിടുന്ന് തന്നെ കുളിച്ചതൊക്കെ. ഇവിടുന്ന് പുഴയിൽ തന്നെ ഞങ്ങൾ കുളിച്ചിട്ട് ഞങ്ങൾ അവിടെ തന്നെ നിന്ന് ഒന്ന് ഉറക്കക്ഷീണൊക്കെ ഒന്ന് റെഡി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടേ ഞങ്ങൾ അന്നത്തെ ദിവസം അവിടെ നിന്നു. എന്നിട്ട് ഞങ്ങള് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ്, ഇവിടെ ഒന്നും അങ്ങനെ വല്ലാണ്ട് വെള്ളമില്ല, ചളി വെള്ളമാണ്, അതിലാണ് ആൾക്കാർ മുങ്ങണത്. ഇനി ഞങ്ങള് ചായ കുടിക്കും. ചായ കുടി കഴിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളിഞ്ഞ് പറശ്ശിനിക്കടവ് പോവും. ഓടപ്പവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടോ. ഞങ്ങൾ കുറച്ച് അപ്പുറത്തുനിന്ന് മേടിച്ചു. അവിടുന്ന് കുറച്ച് റേറ്റ് കുറഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടി. കാരണം ചിലയിടത്തൊക്കെ നല്ല റേറ്റ് ഉണ്ട്, ചിലയിടത്ത് റേറ്റ് കുറവുണ്ട്. ഞങ്ങൾ പോകുമ്പോ തന്നെ ചോദിച്ചു പോയിട്ടാണ്. അപ്പൊ പിന്നെ ഞങ്ങൾ കുറഞ്ഞോടത്തുനിന്ന് മേടിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണമല്ലോ, ഈ 2 3 ഒക്കെ വേണം ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ ഓടപ്പൂ അവിടുന്ന് മേടിച്ചു. അപ്പൊ ഞങ്ങൾ ഇനി പറശ്ശിനിക്കടവ് പോവാണ്. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.